അടുത്ത് കൺസൾട്ട് ചെയ്ത ഒരു മൈഗ്രെയിൻ പേഷ്യന്റ് പറഞ്ഞത് മിക്ക ദിവസവും പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ടെന്നാണ്. ചോദിച്ചപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടാണെന്നും പറഞ്ഞു. അവരുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കിയപ്പോൾ ഈ പെയിൻ കില്ലറിന്റെ നേരെ SOS എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സിവിയറായ തലവേദന വരുന്നുണ്ട്, അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനത്തെ കണ്ടീഷനിൽ മാത്രമാണ് അത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവര് പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തലവേദന വരാതിരിക്കാനൊക്കെ ആയിട്ട് പെയിൻ മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ തുടങ്ങി. തലവേദന വരുമ്പോൾ അവര് പെയിൻ മെഡിക്കേഷൻസ് കഴിക്കും, തൽക്കാലം ഒന്ന് കുറയും, പിന്നെയും വരുമ്പോൾ എഗൈൻ ഈ മെഡിസിൻസ് കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ തലവേദനയുടെ ഇന്റൻസിറ്റി കൂടി വരും, അപ്പോൾ ഡോസ് കൂടിയ മെഡിസിൻസ് കഴിക്കും. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പതിയെ ഇവർക്ക് ഇതൊരു ഹാബിറ്റായി മാറി. അതായത് പെയിൻ കില്ലർ ഇല്ലാതെ തലവേദന കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊരു ലെവലിലേക്ക് എത്തി. ഇപ്പോഴും മൈഗ്രെയിനിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം പെയിൻ കില്ലേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ തൽക്കാലം കുറയുന്നുണ്ടെങ്കിലും പിന്നീട് ഇത്തരം മെഡിസിൻസിനോട് റെസിസ്റ്റന്റ് ആയ കുറെ കൂടെ ശക്തമായ തലവേദനയായിരിക്കും വരുന്നത്. മാത്രമല്ല ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് വേദന അറിയുന്നത്. ഇതിനെയാണ് പെയിൻ ത്രെഷോൾഡ് എന്ന് പറയുക. കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ ഈ ത്രെഷോൾഡ് ലെവൽ കുറഞ്ഞു വരും. സോ ചെറിയൊരു തലവേദന പോലും അവർക്ക് സഹിക്കാൻ കഴിയണമെന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് കിഡ്നി, ലിവർ പോലെയുള്ള ഇന്റേണൽ ഓർഗൻസിന് ഡാമേജും ഉണ്ടാക്കാം. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസിൽ ഡീറ്റെയിൽ ആയിട്ട് കേസ് ടേക്കിംഗ് ചെയ്ത് അവരുടെ ഹിസ്റ്ററിയും അവരുടെ പ്രസന്റ് സിംറ്റംസും അനലൈസ് ചെയ്ത് ആവശ്യമാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് കണ്ടെത്തി അവർക്കനുസരിച്ചുള്ള മെഡിസിൻസ് നൽകുകയും ചില കേസുകളിൽ ആവശ്യമാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, ഡയറ്റ് കറക്റ്റ് ചെയ്യുക, കൗൺസിലിംഗ് എന്നിവയൊക്കെ നൽകാറുണ്ട്. ഈ രീതിയിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ഇംപ്രൂവ്മെന്റ് ലഭിക്കാറുണ്ട്.